ആദ്യമായിട്ടും ഇത് സംഭവം എന്താണെന്നല്ലേ, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞ 28 വർഷം അമ്മേൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അമ്മയുടെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടില്ല. അതിനെന്നെ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് ദായി നിൽക്കുന്നത്. ഇവളാണ് ആരതി, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകൾ. അവളാണ് കേട്ടോ എന്നോട് പറയുന്നത് മഞ്ജുസിൻ്റെ ബർത്ത്ഡേ മെയ് 30 അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അപ്പോൾ ഇതിനകത്ത് അമ്മ റൂമിലോട്ട് വരുമ്പോഴേ ഇവരെ കാണുമ്പോഴേ അമ്മ ഞെട്ടും. ഇപ്പോൾ ദാ ശരിക്കും അമ്മ ഞെട്ടും. ഞെട്ടി. അമ്മ ഞെട്ടിയതിനുപരി അമ്മയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അമ്മ ആകെ ഇമോഷനായി പോയിട്ടോ. അമ്മ അപ്പോൾ അതിനിടയ്ക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞു, ആര്യങ്കാവ് വീട്ടിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം ബർത്ത്ഡേ ഇതുവരെ ആഘോഷിച്ചിട്ടിരുന്ന ആര്യങ്കാവാണ് എൻ്റെ അമ്മയുടെ നാട്. അമ്മയ്ക്ക് എന്ത് തന്നെ പറയണമെന്ന് അറിയില്ല. അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും എന്ത് പറയണമെന്ന് അറിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. ഈ ഒരു സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ മിസ്സാക്കിയത് എൻ്റെ ഏട്ടനെയാണ്. ഏട്ടൻ ഗൾഫിലൊന്നും അല്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ കുറച്ച് ലോങ് ആയിരുന്നു. വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്ക് വാങ്ങിക്കാനാണെങ്കിലും അമ്മയ്ക്കൊരു സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട്. ആ സമ്മാനം വാങ്ങിക്കാനാണെങ്കിലും ഏട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആരതി ഹെൽപ്പ് ചെയ്തു കേട്ടോ. ആരതിയാണ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് ആ ഒരു മാല സെലക്ട് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പം അമ്മയ്ക്ക് താണ്ട് ആ മാല ഞാൻ കൊടുക്കുമ്പോഴത്തേനും അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഈ 28 വർഷം ഞാൻ ഈ ഒരു സന്തോഷം ഒരുപാട് ഞാൻ മിസ്സാക്കിയല്ലോ ഞാൻ അപ്പോൾ ആ സമയത്ത് ആലോചിച്ചു. അങ്ങനെ ഞാൻ അമ്മയുടെ കഴുത്തിൽ മാലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അമ്മ ഇപ്പോൾ സൂചിത്തേട്ടൻ്റെ കൂടെ തിരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂചിത്തേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല, പക്ഷെ വിഷമിക്കേണ്ടെന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.